സർ, ഉപയോഗിച്ച സാധനങ്ങൾ പോലും അവിടെ ഉപേക്ഷിക്കപ്പെട്ട് പോരേണ്ട ഒരവസ്ഥയിൽ നാട്ടിൽ എത്തുന്ന പ്രവാസിക്ക് ആ സാധനങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും അവന്റെ സുഹൃത്തുക്കൾ വഴിയോ ബന്ധുക്കൾ വഴിയോ നാട്ടിലേക്ക് അയച്ചാൽ കസ്റ്റംസിൽ അത് ക്ലിയർ ചെയ്തെടുക്കാൻ കഴിയുമോ സർ? ശ്രീ സിദ്ധാർത്ഥൻ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കഴിഞ്ഞ നാളുകളിൽ തിരിച്ചു വന്നവർ പലർക്കും അവർ ഇട്ടിരുന്ന ഡ്രസ്സല്ലാതെ യാതൊന്നും അവിടെ നിന്ന് കൊണ്ടുവരാൻ സാധിച്ചില്ല. പരിശോധനയ്ക്ക് വന്ന ഉദ്യോഗസ്ഥന്മാർ അവരെ നേരെ തടവിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് അവരെ മടക്കി അയക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെയൊരു അവസ്ഥ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? സാധാരണ പെട്ടെന്ന് സൗദിയിൽ നിന്ന് മടങ്ങി വരേണ്ടി വരുന്ന ഒരാൾക്ക് അയാളുടെ ടിക്കറ്റിനുള്ള പണം തന്നെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ എക്സസ് ലഗേജ് കൊടുത്ത് അയാളുടെ ലഗേജ് കൊണ്ടുവരുന്ന കാര്യം ചിന്തിക്കാനേ സാധ്യമല്ല. അങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾ സാധനങ്ങൾ അവിടെ വിട്ടിട്ട് പോരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സാധനങ്ങളുടെ എല്ലാം ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, അത് ഭദ്രമായി പാക്ക് ചെയ്യുക, അത് നിങ്ങളുടെ അവിടുത്തെ സുഹൃത്തിനെ ഏൽപ്പിക്കുക, ആ സാധനങ്ങളുടെ ലിസ്റ്റിൻ്റെ ഒരു കോപ്പിയും അദ്ദേഹത്തെ ഏൽപ്പിക്കുക. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിങ്ങളുടെ സാധനം ഇന്ത്യയിലേക്ക് അയക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇതിലേക്കായി ഞങ്ങൾ കസ്റ്റംസ് നിയമങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്ന് ഈ സാധനങ്ങൾ ക്ലിയർ ചെയ്യുവാനുള്ള ഒരു ഹെൽപ്പ് സെൻ്ററിൻ്റെ പ്രാഥമിക നടപടികൾ എടുത്തിട്ടുണ്ട്. ഹെൽപ്പ് സെൻ്ററിൻ്റെ ഫോൺ നമ്പറും വിശദ വിവരങ്ങളും ഗൾഫിലുള്ള മലയാളം പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കണമെന്ന് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അയക്കുന്ന സാധനങ്ങൾ എങ്ങനെ കസ്റ്റംസ് വഴി ക്ലിയർ ചെയ്യാമെന്നുള്ളത് ഈ ഹെൽപ്പ് സെൻ്ററിൽ അന്വേഷിച്ചാൽ വിശദമായ വിവരങ്ങൾ ലഭിക്കും. ഹെൽപ്പ് സെൻ്ററിൻ്റെ ഫോൺ നമ്പറും മറ്റ് വിവരങ്ങളും ഗൾഫിലുള്ള മലയാള പത്രങ്ങളിൽ ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. നിതാക്കത്തിൽ വരുന്നവർക്ക് അവരുടെ തൊഴിലുപകരണങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വല്ല തടസ്സങ്ങളുണ്ടോ സാറേ? അതിന് വല്ല സൗജന്യം കിട്ടുമോ? മിസ്റ്റർ സിദ്ധാർത്ഥൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒരു ജോലി നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് മടങ്ങി വരുന്ന പ്രവാസി മലയാളി അവന് വീണ്ടും ഒരു ജോലി തേടി അത് കണ്ടുപിടിച്ച് ജീവിതം കൈപ്പിടിപ്പിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു വിഷയമാണ്. നമുക്കെല്ലാം അറിയാം, ഒരു ചെറിയ പണിയായുധം ഈ നാട്ടിൽ വാങ്ങണമെങ്കിൽ ധാരാളം പണം വ്യയം ചെയ്യേണ്ടി വരും. ഒരു മാർബിൾ കട്ടറോ ഒരു ടൈൽ കട്ടറോ ഒരു ഡ്രില്ലിംഗ് മെഷീനോ അല്ലെങ്കിൽ ഒരു വെൽഡിംഗ് സെറ്റോ ഒക്കെ വാങ്ങണമെങ്കിൽ വളരെ പണം ചെലവാക്കിയെങ്കിൽ മാത്രമേ അത് വാങ്ങാൻ കഴിയുകയുള്ളൂ. ഈ അവസരത്തിൽ ജോലി നഷ്ടപ്പെട്ട് മടങ്ങി വരുന്ന പ്രവാസി മലയാളിക്ക് ഗവൺമെൻറ് ഒരു ആനുകൂല്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അവൻ്റെ തൊഴിലുപകരണങ്ങൾ അവനെ മടക്കി കൊണ്ടുവരാം, ഉപയോഗിച്ചതായിരിക്കണമെന്ന് മാത്രം. അവിടെ 6 മാസത്തിൽ കൂടുതൽ താമസിച്ചിരുന്നു, അതിനുള്ളിൽ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ഒരു രേഖ ഈ യാത്രക്കാരുടെ കൈവശം ഉണ്ടായിരിക്കണം. ഈ ഉപകരണങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടൈൽ കട്ടർ ആയിരുന്നാൽ അല്ലെങ്കിൽ ഒരു മാർബിൾ കട്ടർ ആണെങ്കിൽ അവൻ്റെ മാർബിൾ കട്ടർ, അതിന് കട്ട് ചെയ്യുന്ന മെഷീൻ, മാർബിൾ കട്ടിംഗ് മെഷീൻ അവന് കൊണ്ടുവരാം. ഒരു വെൽഡിംഗ് തൊഴിലാളിയാണെങ്കിൽ അവൻ്റെ ഹാൻഡ് വെൽഡിംഗ് സെറ്റ് അവന് കൊണ്ടുവരാം. ഒരു ഇലക്ട്രീഷ്യന് ഹാൻഡ് ഡ്രില്ല്, അവൻ്റെ പണിയായുധങ്ങൾ, മീറ്ററുകൾ, ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ടുവരാം. ഇതെല്ലാം പോർട്ടബിൾ ആയിരിക്കണം. അതായത് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് ഉപയോഗിക്കുന്ന ലെയ്ത്ത് മാതിരിയുള്ള യന്ത്രങ്ങൾക്ക് ഈ ആനുകൂല്യം കിട്ടുകയില്ല. നമ്മളൊരു പണിക്ക് പോകുമ്പോൾ കയ്യിൽ കൊണ്ടുപോകുന്ന ഉപകരണങ്ങൾ, അതിന് ഈ ആനുകൂല്യത്തിൽ കൊണ്ടുവരാം.
ഇങ്ങനെ ഉപയോഗിച്ച പഴയ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി, വില കുറഞ്ഞ ചൈനീസ് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുക. കാരണം അതിവിടെ കൊണ്ടുവന്നാൽ അത് റിപ്പയർ ചെയ്യുവാനോ ഭാവിയിൽ അതിൻ്റെ വിൽപ്പനാന്തര സേവനം ലഭിക്കുവാനോ സാധ്യതയില്ല. അതുകൊണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം അത് റിപ്പയർ ചെയ്യാനും അതിൻ്റെ പാർട്സുകൾ ലഭ്യമാക്കാനും മറ്റുള്ള വിൽപ്പനാനന്തര സേവനങ്ങൾ അവരുടെ ഇവിടെ ഇന്ത്യൻ ബ്രാഞ്ചിൽ നിന്ന് ലഭിക്കുവാനും ഉള്ള സാധ്യതകളുണ്ട്. ഇതോടൊന്നിച്ച് പറയാനുള്ള താല്പര്യപ്പെടുന്ന ഒരു വിഷയം, കസ്റ്റംസുകാരനെ ഒരു ശത്രുവായി കാണാതിരിക്കുക. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ഓഫീസറാണ് അവിടെ ഇരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതോടൊപ്പം കൊണ്ടുവരുന്ന സാധനങ്ങൾ ഭാവിയിലേക്കും ദീർഘനാൾ ഉപയോഗിക്കേണ്ടതാണെന്നുള്ള വസ്തുത കണക്കാക്കി സാധനങ്ങൾ വാങ്ങിക്കുക. വില കുറഞ്ഞ പ്ലാസ്റ്റിക് ചെരുപ്പുകൾ, കുടകൾ, മറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇവയ്ക്ക് പകരം സ്ഥിരമായി ഭാവിയിൽ സ്വന്തം ഉപയോഗത്തിനോ കുടുംബത്തിൻ്റെ ഉപയോഗത്തിനോ ഉതകുന്ന രീതിയിലുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുവാൻ ശ്രമിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞ പ്രവാസി ഹെൽത്ത് സെൻ്ററുകളുടെ പ്രവർത്തനം ഓഗസ്റ്റ് മാസം ആദ്യം തന്നെ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഫോൺ നമ്പരും മറ്റു വിവരങ്ങളും യഥാസമയം ഗൾഫിലെ മലയാള പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കും. ഏത് സംശയത്തിനും നിങ്ങൾക്ക് അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. പ്രവാസി മലയാളികൾ വളരെ ഗുരുതരമായ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാ പ്രവാസി മലയാളി സംഘടനകളും മതസംഘടനകളും സന്നദ്ധ സംഘടനകളും അവരെ സഹായിക്കുവാൻ മുൻകൈ എടുക്കണമെന്നും അവർക്കാവശ്യമായ ഉപദേശങ്ങളും കസ്റ്റംസ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ ഞങ്ങളുടെ ഹെൽത്ത് സെൻ്ററുമായി ബന്ധപ്പെടണമെന്ന് താല്പര്യപ്പെടുന്നു. അങ്ങയുടെ വിലപ്പെട്ട സമയം സത്യമേവ ജയതയ്ക്ക് വേണ്ടി ചെലവഴിച്ചതിന് അങ്ങേക്ക് നന്ദി. നമസ്കാരം. അതിൻ്റെ അത്രയും മതി.